രാവിലെ തന്നെ പാലക്കൽ തറവാട്ടിൽ എല്ലാവരും തിരക്കിലാണ്. കാരണം ഇന്ന് വൈകുന്നേരം അലക്സ് പോകുന്നു. അതുതന്നെയാണ് തിരക്കിന് കാരണം. അതുകൊണ്ട് അവന് വേണ്ടതെല്ലാം ഉണ്ടാക്കാനായി ജെസ്സിയും വല്യമ്മച്ചിയും ഒക്കെ അടുക്കളയിലാണ്. ദേവു ആണെങ്കിൽ രാവിലെ മുതൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ സമരത്തിലാണ്. അലക്സ് രാവിലെ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു പോയി. ഇച്ചേച്ചി, നീയയും റേയും കൂടെ അവളുടെ അടുത്തേക്ക് വന്നു. എന്താ ഇങ്ങനെ മുഖമൊക്കെ ചുവന്ന്? കരഞ്ഞോ? അവളുടെ മുഖം കണ്ട് റിയയ്ക്ക് സംശയം തോന്നി. ഇച്ചായനോട് പോണ്ടെന്ന് പറയോ? എനിക്ക് പറ്റൂല ഇച്ചായനില്ലാതെ. അപ്പോഴേക്കും ദേവു വീണ്ടും കരയാൻ തുടങ്ങി. നീയയും റിയയും പരസ്പരം നോക്കി. ഇച്ചേച്ചി, ചാച്ചൻ പോയിട്ട് പെട്ടെന്ന് വരും. ഇങ്ങനെ കരഞ്ഞു വിളിച്ചൊക്കെ ഇരുന്ന് ചിലപ്പോൾ ചാച്ചന് ദേഷ്യമാകും. കരയല്ലേ? അവൾക്ക് എന്നിട്ടും സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അത് കാണാൻ വയ്യാതെ നീയയും റിയയും ഇറങ്ങിപ്പോയി. അടുക്കളയിൽ എന്തോ തിരക്കിട്ട പണിയിലാണ് ജെസ്സി. നീയ പോയി പിറകിലൂടെ ചുറ്റിപ്പിടിച്ച് കഴുത്തിൽ മുഖം പൂഴ്ത്തി വെച്ചു. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും നീയാണെന്ന് മനസ്സിലായപ്പോൾ ചിരിച്ചു. എന്താടി കള്ളി, ഇപ്പോൾ ഒരു സ്നേഹം? എന്തോ കാര്യമുണ്ടല്ലോ. മമ്മ, ഇച്ചേച്ചി ഭയങ്കര കരച്ചിലാണ് അവിടെ. ജെസ്സി ഞെട്ടി തിരിഞ്ഞു നോക്കി. എന്തിനാ ആ കുട്ടി കരയണേ? നിങ്ങൾ വല്ലതും പറഞ്ഞോ? ജെസ്സി ആദിയോടെ ചോദിച്ചു. അതല്ല, ഇച്ചായം പോകുന്നതിൻ്റെ സങ്കടമാണെന്ന് പറഞ്ഞ് കരയുന്നത് കൊണ്ട് എനിക്കും സങ്കടമായി. അതാ ഞാൻ ഇങ്ങു പോന്നത്, നീയ പറഞ്ഞു. ജെസ്സിക്ക് ചിരി വന്നു പെട്ടെന്ന്. പണ്ട് തന്നെ കെട്ടിക്കൊണ്ട് വന്ന് 1 മാസം കഴിഞ്ഞു ഡെവി ഇതുപോലെ ഒരു യാത്ര പോയി. അന്ന് താനും ഇതുപോലെ കരഞ്ഞു വിളിച്ചിരുന്നു. അമ്മ, നീയ ജെസ്സിയുടെ ചിരി കണ്ട് ദേഷ്യത്തിൽ വിളിച്ചു. ഓ, നീയും ആ ചെക്കനെ പോലെ അലറാതെ കൊച്ചേ. ഞാൻ പോയി നോക്കാൻ കുട്ടിയെ. ജെസ്സി വീണ്ടും ജോലി തുടർന്നു. നീയ പിന്നെ റിയയെ കൂട്ടി വല്യമ്മച്ചിയുടെ അടുത്ത് പോയി. വല്യമ്മച്ചി പണ്ടേ ഇച്ചിരി തമാശക്കാരി ആയതുകൊണ്ട് പിള്ളേർക്ക് നേരം പോകാനായി ആ പാവത്തിന് ചൊറിയാൻ പോയി. റയാൻ ജനൽ അഴികളിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നവൻ്റെ നഗ്നമായ പുറത്ത് അവൾ അർദ്ധനഗ്നമായ തൻ്റെ ശരീരം ചേർത്ത് വെച്ചു. ഛേ, മാറി നിൽക്കടി, അവൻ ദേഷ്യത്തിൽ അവളെ തട്ടി നീക്കി പറഞ്ഞു. അവൾ പേടിച്ച് 2 അടി പിറകിലേക്ക് പോയി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആവശ്യം കഴിഞ്ഞ് ഞാൻ നിന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ വെറുതെ എൻ്റെ മേലെ ചായാൻ വരരുത് എന്ന്. റയാൻ വല്ലാത്ത ദേഷ്യത്തിൽ പറഞ്ഞു. സോറി റയാൻ, ഞാൻ നിന്നോടുള്ള... അവൾ എന്തോ പറഞ്ഞു വന്നതും റയാൻ ദേഷ്യത്തിൽ വീണ്ടും അവൾക്ക് നേരെ തിരിഞ്ഞു. ഛി, നിർത്തടി. നിനക്ക് എന്നോടുള്ള പ്രേമം കൊണ്ടല്ല, കാമം കൊണ്ട്, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന നോട്ടുകെട്ടുകൾ കൊണ്ട്. ഞാൻ നിനക്ക് കാശ് തരുന്നുണ്ട്, അത് വാങ്ങി ജോലി കഴിഞ്ഞു പോകുക. അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇടിച്ചു കയറാമെന്ന് വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണമെന്നില്ല, അവൻ കടുപ്പിച്ചു പറഞ്ഞു. പിന്നെ ഇനി നീ ഞാൻ വിളിക്കാതെ ഈ ഫ്ലാറ്റിൽ വരരുത്, റയാൻ താക്കീത് പോലെ പറഞ്ഞു. അതെന്താ ഞാൻ വന്നാൽ? അവൾ സംശയത്തിൽ ചോദിച്ചു. അത് നീ അറിയേണ്ട ആവശ്യമില്ല. പിന്നെ ഒരിക്കൽ ഉപയോഗിച്ച ഒന്നും ഞാൻ പിന്നെ ഉപയോഗിക്കാറില്ല. നിന്റെ കാര്യത്തിൽ എന്തോ എനിക്ക് മടുത്തു തുടങ്ങിയില്ല. നിന്നെ എന്ന് മടുക്കുന്നു അന്ന് നിന്റെ പേര് പോലും എൻ്റെ മനസ്സിൽ നിന്ന് പോകും നിമിഷ. അവൾ അവനെ നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. ഇവൻ റയാൻ. അച്ഛൻ അമ്മ ഒക്കെ അവൻ കുഞ്ഞായിരിക്കുമ്പോൾ മരിച്ചു. പിന്നെ വളർത്തിയത് അവൻ്റെ ചേട്ടനായിരുന്നു ഹർഷൻ. അവൻ 2 വർഷം മുന്നേ മരിച്ചു. അതിനുശേഷമാണ് റയാൻ ഇങ്ങനെ തോന്നിയ പോലെയൊക്കെ ജീവിക്കാൻ തുടങ്ങിയത്. സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ തുടങ്ങി. അച്ഛൻ കഷ്ടപ്പെട്ടു പണിതുയർത്തിയ RH ഗ്രൂപ്പിൻ്റെ സകല ചുമതലയും അവൻ ഏറ്റെടുത്തു നടത്തി. നഷ്ടമില്ല, ലാഭവുമില്ല. രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ മാത്രമേ അവനെ കൊണ്ടാകുന്നുള്ളൂ. റയാൻ നീയെ കാണുന്നത് കോളേജ് ഫംഗ്ഷൻ സമയത്ത് ചേട്ടൻ്റെ ഒപ്പം പോകുമ്പോൾ ആയിരുന്നു. അന്ന് തന്നെ അവൻ്റെ മനസ്സിൽ കയറിക്കൂടിയവളാണ് ക്രിസ്റ്റിയെ. റയാൻ അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ട് കമ്പനിയായി. അതിനുശേഷം റയാൻ്റെ അവസ്ഥയൊക്കെ അറിഞ്ഞപ്പോൾ മുതൽ ഒരു ഫ്രണ്ട് എന്നതിലുപരി ഒരു സഹോദരനായി തന്നെ ക്രിസ്റ്റി റയാനെ കണ്ടു. അവനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ക്രിസ്റ്റി അവനെ മൈൻഡ് ചെയ്യാതെ അവനെ വല്ലാതെ കൊല്ലുന്ന നീയപ്പെണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റയാൻ പേരും നാടും ഒന്നും അറിയാത്ത നീയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കൽ നീയെ അറിയാതെ എടുത്ത നീയുടെ ഒരു ഫോട്ടോ ക്രിസ്റ്റി റയാനെ കാണിക്കുന്നതും അവളെക്കുറിച്ച് വാതോരാതെ പറഞ്ഞതും. റയാൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു നൊമ്പരം തോന്നി. ശേഷം അവളെ വേണ്ട എന്ന് വയ്ക്കാൻ തോന്നി. പക്ഷേ നടന്നില്ല. ഇവനെ അവൾക്ക് ഇഷ്ടമല്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ ഇരിക്കുമ്പോൾ ഇവൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും അവന് വേണ്ടി പെണ്ണ് ചോദിച്ചു പോകാനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. അന്നു മുതൽ പിന്നെ വാശിയായി വളർന്നു. അവളെ നേടണം. അതിനുവേണ്ടി അവൻ അവളുടെ മുന്നിലേക്ക് പോകാനിരിക്കുമ്പോൾ ഇടുത്തി പോലെ ആ വാർത്ത റയാനെ തേടിയെത്തി. നീയയ്ക്ക് ക്രിസ്റ്റിയെ ഇഷ്ടമാണെന്ന്. ഇപ്പോൾ റയാന് നീയെ പ്രണയമല്ല, ഒരുതരം ഭ്രാന്താണ്. അവൻ അവളെ നേടണം. അതിനുവേണ്ടി അവൻ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു രാക്ഷസനായി മാറിയിരുന്നു. നീയയിലേക്ക് അടിക്കാൻ പറ്റിയ ഒരേ ഒരു വഴി അത് ക്രിസ്റ്റിയാണ്. ക്രിസ്റ്റിയിലൂടെ മാത്രമേ നീയയിൽ എത്താൻ പറ്റൂ. അതിനുവേണ്ടി അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ റയാൻ. ദേവു ബെഡിൽ തന്നെ കിടക്കുവാണ്. ഒന്നും കഴിക്കാനും കൂട്ടാക്കിയില്ല. ജെസ്സി അവളെ കാണാൻ മുറിയിലേക്ക് വന്നു. കൂടെ അവൾക്കുള്ള ഭക്ഷണവും കൊണ്ടുവന്നു.
മോളെ. ജെസ്സിയുടെ വിളി കേട്ടവൾ അവൾ എണീറ്റിരുന്നു. ദേവുവിൻ്റെ മുഖം കണ്ട് ജെസ്സിക്ക് പാവം തോന്നി. കാരണം അവളുടെ മുഖമൊക്കെ വല്ലാണ്ട് ചുവന്ന് കണ്ണൊക്കെ വീർത്തു തുടങ്ങി. നിന്റെ കെട്ടിയവനെ എന്നേക്കാൾ നന്നായി നിനക്കറിയാം. അവനെങ്ങാനും ഇപ്പോൾ നിന്നെ ഈ കോലത്തിൽ കണ്ട പിന്നെ പറയണ്ടല്ലോ. മോള് വിഷമിക്കേണ്ട, അവൻ പെട്ടെന്ന് വരും. ഇങ്ങനെ അകന്നു നിൽക്കുമ്പോൾ സ്നേഹം കൂടും എന്നാ പറയുന്നത്. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ അമ്മയെ നോക്കിയിരുന്നു. മോള് പോയി മുഖമൊക്കെ കഴുകി വന്ന് ഈ ഫുഡ് കഴിക്ക്. നിന്റെ ഇച്ചായം ഇപ്പോൾ വരും. അവളെ ഒരു ചിരിയോടെ നോക്കി പുറത്തേക്ക് ഇറങ്ങിയതും അവിടെ അലക്സ് നിൽപ്പുണ്ട്. അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ദേഷ്യം കൊണ്ട് വിറച്ചാണ് നിൽപ്പെന്ന്. നീ എപ്പോൾ വന്നു? കുറച്ചു നേരമായി മമ്മ. നിനക്ക് കഴിക്കാനെടുക്കട്ടെ? വേണ്ട. അല്ലു, മോളാകെ വിഷമിച്ചിരിക്കുക. നീ ഇനി അതിനെ ഒന്നും പറയല്ലേടാ. അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടു പറഞ്ഞു. അമ്മ താഴേക്ക് പൊയ്ക്കോ. ഇതൊക്കെ പറയുമ്പോഴും കണ്ണു ദേവുവിൻ്റെ മുഖത്താണ്. ജെസ്സി അവനെ നോക്കി താഴേക്ക് പോയി. അലക്സ് അകത്ത് കയറി ഡോർ വലിച്ചടച്ചു. ജെസ്സി സ്റ്റെപ്പ് പകുതി എത്തിയിട്ട് തിരിഞ്ഞു നോക്കി തലയിൽ കൈവച്ചു. ദേവ് പേടിച്ച് എണീറ്റ് നിന്നു. അവൻ്റെ മുഖത്ത് നോക്കാൻ മടിച്ചു. വേഗം എണീറ്റ് ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങിയതും അവൻ്റെ ശബ്ദമുയർന്നു. അവിടുന്ന് ഒരടി അനങ്ങിയാൽ കാൽ ഞാൻ തല്ലി ഓടിക്കും. അല്ലുവിൻ്റെ വാക്കുകൾ കേട്ട് പിടിച്ചു കെട്ടിയ പോലെ ദേവു അവിടെ നിന്നു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വെറുതെ എൻ്റെ മുന്നിലിരുന്ന് കരയരുത് എന്ന്. അവൾ കണ്ണു തുടച്ച് അവനെ നോക്കി. ഇവിടെ ഇരിക്കെ, ഈ ഫുഡ് എടുത്ത് കഴിക്ക്, അവൻ സൗമ്യമായി പറഞ്ഞു. എനിക്ക് വേണ്ട ചായ. അലക്സ് ദേഷ്യം കൊണ്ട് വിറച്ചു. കയ്യിലിരുന്ന ഫുഡ് പാത്രം കൂടെ എടുത്തെറിഞ്ഞു. അവൻ്റെ ദേഷ്യം കണ്ട് അവൾ വേഗം ഞെട്ടിപ്പിണഞ്ഞ് എഴുന്നേറ്റു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. ഞാൻ എന്താടി ചത്തോ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു വിളിക്കാൻ? അല്ലു ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് പാഞ്ഞു. ഇച്ചായ, അവൾ അവനെ നോക്കി ധൈര്യമായി വിളിച്ചു. മിണ്ടരുത്. ഞാൻ പറഞ്ഞു നിന്നോട് എനിക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് പോകുന്നത് എന്ന്. നിനക്കെന്താ, കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അതോ നിന്നെ കെട്ടിയത് കൊണ്ട് ഇവിടെ തന്നെ അടയിരിക്കണം എന്നുണ്ടോടി? അവൻ ദേഷ്യം കൊണ്ട് നിന്ന് വിറയ്ക്കുകയായിരുന്നു. ഇച്ചായ, ഞാൻ ദേവു എന്തോ പറയാൻ തുടങ്ങി. ഉടനെ അല്ലു തടഞ്ഞു. നീ എൻ്റെ മുന്നിൽ നിന്ന് പോ ദേവു. ചിലപ്പോൾ ഞാൻ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു പോകും. അല്ലു ദൂരേക്ക് നോക്കി പറഞ്ഞു. അവൾ അവനെ ഒന്നുകൂടെ നോക്കിയിട്ട് ബാത്റൂമിൽ കയറിപ്പോയി. അവൻ ബാൽക്കണിയിലേക്ക് പോയി. എൻ്റെ പെണ്ണെ, നിന്നെ കാണാതെ ഒരു നിമിഷം നിന്റെ ഇച്ഛാന് ഇരിക്കാൻ പറ്റില്ല. അത് നിനക്കറിയാം. പിന്നെ എന്തിനാടി എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നേ? വേണ്ട, കുറച്ച് വേദനിക്കട്ടെ. പിണങ്ങി തന്നെ പോണം. അല്ലെങ്കിൽ ഇവളുടെ ഇച്ഛായ എന്നുള്ള വിളി കേട്ടാൽ ഞാൻ ജോലി ഇട്ടെറിഞ്ഞു വരും. അത് പാടില്ല. അവൻ അവൻ്റെ സങ്കടമെല്ലാം ഉള്ളിലൊതുക്കി ദേഷ്യത്തിൻ്റെ മുഖംമൂടി എടുത്തണിഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ദേവു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. പിന്നെ നോക്കാൻ പോയില്ല. അവൾ താഴെ കിടന്ന ഫുഡ് എടുത്തു മാറ്റി. ഒപ്പം അവിടെ വീണ ചില്ലുകളൊക്കെ എടുത്തു മാറ്റി മിണ്ടാതെ ഇറങ്ങിപ്പോയി. അലക്സ് അവൾ പോയ വഴിയെ ഒന്ന് നോക്കി. പിന്നെ മിണ്ടാതെ കണ്ണുകൾ അടച്ചു കിടന്നു. അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടിയ കൊച്ചേ, അമ്മച്ചി ചോദിച്ചതിന് ഒന്ന് ചിരിച്ചു. പിന്നെ ഒന്നും മിണ്ടിയില്ല. മോൾ ഇവിടെ ഇരിക്ക്, അമ്മ ഫുഡ് എടുത്തു തരാം. ജെസ്സി അവൾക്കുള്ള ഫുഡ് എടുക്കാൻ പോയി. ഈ കൊച്ചേ, നീ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് എന്തെങ്കിലും അസുഖമൊക്കെ വരുത്തി വെച്ചാൽ ശരിയായില്ല, വല്യമ്മച്ചി അവളോട് പറഞ്ഞു. മോളോട് അമ്മ ഒരു കാര്യം പറഞ്ഞു തരാം, മോള് കേൾക്കുവോ? ജെസ്സി ഭക്ഷണം എടുത്തു വന്നു അവളോട് ചോദിച്ചു. അവൾ തലയാട്ടി. അവന് അവൻ്റെ ബിസിനസ്സൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇഷ്ടം മോളോടാണ്. അങ്ങനെയുള്ളപ്പോൾ മോൾ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ അവൻ സന്തോഷത്തോടെ സമാധാനത്തോടെ അവിടെ പോയി നിന്ന് ജോലി ചെയ്യാൻ പറ്റുമോ? ജെസ്സി അവൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. അതിനിടയിലാണ് ചോദ്യം. അവളില്ല എന്ന് തല ചലിപ്പിച്ചു. അതുകൊണ്ട് എൻ്റെ മോള് ഈ സങ്കടമൊക്കെ മാറ്റി നല്ല കുട്ടിയായി ചിരിച്ചുകൊണ്ട് വേണം അവനെ പറഞ്ഞയക്കാൻ. അവനെ വെറുതെ എന്തിനാ മോളെ ദേഷ്യം പിടിപ്പിക്കുന്നത്? ഇനി മോള് കരഞ്ഞു വിളിച്ച് നടക്കരുത്. മോൾക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? അവനത് ഒരുപാട് സങ്കടമാകും മോളെ. ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. ഇച്ചായം പെട്ടെന്ന് പോകുന്നു എന്ന് കേട്ടപ്പോൾ എന്തോ സങ്കടം സഹിക്കാൻ പറ്റിയില്ല, അതാ. ദേവു കൊച്ചു കുട്ടികളെ പോലെ കണ്ണു നിറച്ചു പറഞ്ഞു. ജെസ്സിക്കും അമ്മച്ചിക്കും അവളോട് വല്ലാത്ത സ്നേഹം തോന്നി. അവൾ കുറച്ചു കഴിഞ്ഞു പിന്നെ സ്വയം മനസ്സിനെ പറഞ്ഞു പാകപ്പെടുത്തി. പിന്നെ നിയയും റിയയും കൂടെ വന്ന് ഓരോന്ന് പറഞ്ഞു. അവൾ ഒരുവിധം ഓക്കെയായി. അതിനിടയിൽ എബിയും ഡെവിയും ഒക്കെ വന്നു. ഡയാനയും കുടുംബവും രാവിലെ പോയി. റിയ നിയയുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിന്നു. എല്ലാവരും ഓരോന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് മുറ്റത്ത് ഒരു കാർ വന്നു നിന്നത്. ഡെവി പോയി ആരാന്ന് നോക്കിയതും ഞെട്ടി. പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അല്ല, ആരൊക്കെയാ ഇത്? എന്താ എല്ലാവരും കൂടെ പെട്ടെന്ന് ഒരു വരവ്? വല്യമ്മച്ചി ചോദിച്ചു. ഞങ്ങളൊരു അത്യാവശ്യ കാര്യത്തിന് വന്നതാണ്. പിന്നെ അലക്സ് പോകും മുന്നേ പറയണം എന്നിവന് നിർബന്ധം, ക്രിസ്റ്റിയുടെ പപ്പ പറഞ്ഞു. അതെന്താ ക്രിസ്റ്റി അങ്ങനെ ഒരു കാര്യം? ഡെവി ചോദിച്ചു. ഇച്ചായൻ കൂടെ വരട്ടെ അങ്കിൾ. ഇച്ചായനില്ലേ ഇവിടെ? ക്രിസ്റ്റി ചോദിച്ചു. അവൻ ഇവിടെ ഉണ്ട് മോളെ, അവനെ വിളിക്ക്. ദേവു വേഗം മുകളിലേക്ക് പോയി.
ക്രിസ്റ്റി റിയയുടെ പുറകിൽ നിൽക്കുന്ന നിയയെ നോക്കി പുഞ്ചിരിച്ചു. ജെസ്സി, അവർക്ക് കുടിക്കാനെടുക്ക്, വല്യമ്മച്ചി പറഞ്ഞു. അയ്യോ അമ്മച്ചി, ഞാനത് മറന്നു, ജെസ്സി തലയിൽ കൊട്ടിക്കൊണ്ട് പോയി. പിന്നെ അവർ ഓരോന്ന് പറഞ്ഞിരുന്നു. കൂട്ടത്തിൽ റീത്തയുടെ കല്യാണക്കാര്യവും പറഞ്ഞു. അലക്സ് ബെഡിൽ കിടക്കുവാണ്. ഷർട്ട് ഇടാതെയാണ് കിടക്കുന്നത്. ദേവു പതിയെ അവൻ്റെ അടുത്ത് വന്നിരുന്നു. അവൾ വന്നതറിഞ്ഞിട്ടും അവൻ മിണ്ടിയില്ല. ഇച്ചായ? താഴെ ക്രിസ്റ്റിയും അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. ഇച്ചായനെ തിരക്കുവാ. അവനൊന്ന് മൂളിക്കൊണ്ട് എണീറ്റ് ബാത്റൂമിലേക്ക് പോയി മുഖം കഴുകി തിരിച്ചു വന്നു കബോർഡിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ തുടങ്ങിയതും അവൾ വന്ന് അവനെ പുറകിലൂടെ പുണർന്നു. പെട്ടെന്നായതുകൊണ്ട് അവനൊന്ന് ബാലൻസ് തെറ്റി. പിന്നെ നേരെ നിന്നു. എന്തോ പറയാൻ വന്നതും അവൾ അവൻ്റെ പുറത്ത് ചുംബിച്ചു. 2 പ്രാവശ്യം ചുംബിച്ചുകൊണ്ട് അവൾ അവൻ്റെ മേലേന്ന് കൈയെടുത്തു പോകാൻ തുടങ്ങിയതും അവൻ ഒറ്റ വലിക്ക് അവൻ്റെ കൈക്കുള്ളിലാക്കി. എന്താ പെട്ടെന്നൊരു സ്നേഹം? ഗൗരവത്തിൽ തന്നെയായിരുന്നു ചോദ്യം. എൻ്റെ ഇച്ചാനല്ലേ, അതുകൊണ്ട് എനിക്ക് ഉമ്മ തരണം എന്ന് തോന്നി തന്നു. അവളുടെ സംസാരത്തിൽ നിറഞ്ഞ കുറുമ്പ് അവന് മനസ്സിലായി. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഉമ്മ തരണമെന്ന് തോന്നി തന്നതാ അല്ലേ? അവൾ അതേന്ന് തലയാട്ടി. എന്നാൽ എനിക്കിപ്പോൾ നിന്നെ ഒന്ന് ഉമ്മ വയ്ക്കാൻ തോന്നുന്നുണ്ട്, അവളുടെ കണ്ണിൽ നോക്കി ഹസ്കി വോയിസിൽ അവൻ പറഞ്ഞതും അവളൊന്ന് വിറച്ചുകൊണ്ട് അവനെ നോക്കി. അവളുടെ നോട്ടം കണ്ട് ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. പിന്നെ അവളെ നോക്കി ഒന്ന് സൈറ്റടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി ഒന്ന് ചുംബിച്ചു വിട്ടു. തൽക്കാലം ഇത് മതി, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിപ്പോൾ ഒന്നും താഴേക്ക് പോകില്ല. ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞ് അവൻ ഷർട്ടെടുത്തിട്ടു. അവളെയും ചേർത്ത് പിടിച്ച് താഴേക്ക് ഇറങ്ങി. താഴെ ഇരുന്നവർ അവർ ഒരുമിച്ച് വരുന്നത് കണ്ട് ഒന്ന് നോക്കി. 2 പേരും നിറഞ്ഞ ചിരിയോടെയാണ് ഇറങ്ങി വരുന്നത്. ക്രിസ്റ്റി അലക്സിനെ കണ്ടതും എഴുന്നേറ്റു. ഇരിക്കടാ അവിടെ, അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് അല്ലു പറഞ്ഞു. നിങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായോ അങ്കിൾ? അല്ലു ചോദിച്ചു. ഇല്ല മോനെ, ഇപ്പോൾ വന്നേയുള്ളൂ. എല്ലാവരും ആയല്ലോ, അപ്പോൾ വന്ന കാര്യം പറയാം. ഞങ്ങൾ വന്നത് ഒരു കല്യാണാലോചനയുമായിട്ടാണ് നിയമോൾക്ക്. ഞങ്ങൾക്ക് നിങ്ങളുടെ അത്ര കുടുംബമഹിമയോ സ്വത്തോ പണമോ ഒന്നുമില്ല. അതൊന്നും മോഹിച്ചുമല്ല മോളെ ആലോചിച്ചത്. ഇവന് കുറച്ച് വർഷമായിട്ട് മോളെ ഇഷ്ടമാണ്. കോളേജിൽ വെച്ച് കണ്ട് ഇഷ്ടമായതാണ്. നിയ റേയുടെ പുറകിൽ ഒളിച്ചു. ഡെവി അലക്സിനെ നോക്കി. അവൻ്റെ മുഖത്ത് നിറഞ്ഞ ചിരിയാണ്. ഞങ്ങൾക്ക് ക്രിസ്റ്റിയെ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചിൻ്റെ സന്തോഷമാണ് നോക്കുന്നത്. അവളെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നോക്കുന്ന ഒരു പയ്യനായാൽ മതി എന്നേ ഉള്ളൂ. പിന്നെ കുടുംബത്തിൽ ചിലർക്കൊക്കെ കല്ലുകടി കാണും, അത് കാര്യമാക്കണ്ട. പക്ഷേ നിയമോൾക്ക് ഇഷ്ടമാണോന്ന് അറിയണം, ഡെവി പറഞ്ഞു അവസാനിപ്പിച്ചതും അലക്സ് നിയയെ വിളിച്ചു. അവൾ അലക്സിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ തീരുമാനിക്കുന്നത് പോലെ ആയിരിക്കും നിന്റെ മുന്നോട്ടുള്ള ജീവിതം. പപ്പയ്ക്കും അമ്മയ്ക്കും എനിക്കോ ഞങ്ങൾക്ക് ആർക്കും ക്രിസ്റ്റിയോട് ഒരു ഇഷ്ടക്കുറവുമില്ല. നിനക്കും ഇല്ല എന്നറിയാം. എങ്കിലും ചോദിക്കുക, നിനക്ക് ഈ വിവാഹത്തിന് വേറെ എതിർപ്പൊന്നുമില്ലല്ലോ? അലക്സ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ എല്ലാവരെയും നോക്കി. അവൾ ക്രിസ്റ്റിയെയും നോക്കി. മോൾക്ക് മോളുടെ ഇഷ്ടം പറയാം, ഞങ്ങൾക്ക് ആർക്കും എതിർപ്പൊന്നുമില്ല. ജെസ്സിയും കൂടെ പറഞ്ഞപ്പോൾ അവളൊരു ചിരിയോടെ പപ്പയുടെ അടുത്തേക്ക് പോയിരുന്നു. എനിക്ക് ക്രിസ്റ്റിച്ചായനെ ഇഷ്ടമാണ് പപ്പ. എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു പറയാം എന്ന് വിചാരിച്ചതായിരുന്നു, ഡെവിയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. എല്ലാവരും പരസ്പരം നോക്കി ചിരിച്ചു. എബി ചിരിയോടെ നോക്കിയത് അവനെ കണ്ണു നിറച്ച് നോക്കുന്ന റിയയാണ്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്? വല്യമ്മച്ചി ചോദിച്ചു. അത് അലക്സ് പോയിട്ട് വന്നിട്ട് മതി നമുക്ക് കല്യാണം. ഉടനെ വേണമെങ്കിൽ, അങ്ങനെയല്ല എൻഗേജ്മെൻറ്റ് വേണം എങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് ഏതായാലും ഓക്കെയാണ്, ക്രിസ്റ്റിയുടെ പപ്പ പറഞ്ഞു. ഞങ്ങൾ കുടുംബക്കാർ എല്ലാം കൂടി ആലോചിക്കട്ടെ, എന്നിട്ട് പറഞ്ഞാൽ പോരെ? വല്യമ്മച്ചി പറഞ്ഞു. മതി അമ്മച്ചി, ഞങ്ങൾക്ക് തിടുക്കമൊന്നുമില്ല. ഇപ്പോൾ വന്ന് ഉറപ്പിച്ചു വെച്ചത് മോൾക്ക് വേറെ നല്ല വല്ല ആലോചനയും വന്ന് നിങ്ങൾ വാക്ക് കൊടുത്താൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതാ, ക്രിസ്റ്റിയുടെ പപ്പ പറഞ്ഞു. എല്ലാവരും പരസ്പരം ചിരിച്ചു. നാട്ടുവിശേഷവും അലക്സ് പോകുന്ന കാര്യങ്ങളും ഒക്കെ ചോദിച്ചു കഴിഞ്ഞ് ഫുഡ് കഴിച്ചാണ് അവർ ഇറങ്ങിയത്. ഇവരുടെ സന്തോഷത്തിൽ കരിനിഴൽ വീഴ്ത്താൻ ഒരുവൻ ആയുധങ്ങൾ മൂർച്ച കൂട്ടി തുടങ്ങിയിരുന്നു ഇതിനോടകം. അലക്സ് പോകാനുള്ളതൊക്കെ എടുത്തു വെച്ചു. കൂടെ തന്നെ ദേവുവുണ്ട്. അവളുടെ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. അത് പുറത്ത് കാണിക്കാതെ ചിരിയോടെ നിൽക്കുവാണ് നമ്മുടെ ദേവു. അതുകണ്ട് അവൻ അവളോട് വല്ലാത്ത സ്നേഹം തോന്നി. അവൻ വഴക്ക് പറയും എന്ന് പേടിച്ചാണ് ഇങ്ങനെ സന്തോഷം അഭിനയിച്ച് നിൽക്കുന്നത്. അലക്സ് അവളെ ഒന്ന് നോക്കിയിട്ട് ഡോർ അടച്ചു കുറ്റിയിട്ട് അവളുടെ അടുത്തേക്ക് വന്നു. അവളെ ചേർത്ത് പിടിച്ചു. ദേവു, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു കാരണവശാലും ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് എങ്ങും പോകരുത്. അതുപോലെ എപ്പോൾ ഞാൻ വിളിച്ചാലും ഫോൺ എടുക്കണം. അതുകൊണ്ട് ഫോൺ എപ്പോഴും കയ്യിൽ വെച്ചിരിക്കണം. വിഷമമുണ്ട് എന്ന് എനിക്കറിയാം. തൽക്കാലം വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ നല്ല മറുപടി കൊടുത്തോണം. മിണ്ടാതെ ഇരുന്നാൽ വന്നിട്ട് ചെകിട അടിച്ച് പൊളിക്കും ഞാൻ. പിന്നെ ഫുഡ് സമയത്തിന് കഴിച്ചോണം. മിക്കവാറും ഇന്നു മുതൽ ഇവിടെയാകും ആ 2 കുരുപ്പും കിടക്കുന്നത്. ഇവിടെ വിഷമിച്ചിരുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഒരുപാട് മാസം കഴിഞ്ഞാവും. അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്ത് നോക്കി. ഇച്ചായ? ആ,
ഞാൻ പറഞ്ഞതൊക്കെ നീ അനുസരിച്ചാൽ കുഴപ്പമില്ല. ഞാൻ അനുസരിച്ചോളാം. അവൻ അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി. അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൻ്റെ കണ്ണിലെ ഭാവം കണ്ട് അവളുടെ ഉടലൊന്ന് വിറച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു. ദേവൂട്ടി, അവൾ അവൻ്റെ കണ്ണിൽ നോക്കി തന്നെ മൂളി. എനിക്ക് നിന്നെ സ്നേഹിക്കാൻ തോന്നുക ഇപ്പോൾ ഈ നിമിഷം. അവൾ അറിയാതെ കണ്ണുകളൊന്ന് പിടഞ്ഞു. ഇച്ചായ, എനിക്കറിയാം പെണ്ണെ. അവൻ അവളുടെ നെറ്റിയിൽ വീണ്ടും മുത്തമിട്ടു. അവൻ അവളെ എടുത്തു ബെഡിലേക്ക് കിടത്തി. അവൻ്റെ ഷർട്ട് അഴിച്ചു താഴെയിട്ട് അവളിലേക്ക് അമർന്നു. അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. അവളുടെ കണ്ണുകൾ മാറി മാറി ചുംബിച്ചു. അവളുടെ തുടുത്ത കവിളിൽ മുത്തി. അവനൊരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചേർന്നു കിടന്നു അവനോട് ചേർത്തു പിടിച്ചു. അവളുടെ മുഖമാകെ ചുവന്നു കയറി. അല്ലു ചിരിയോടെ അവളുടെ കാതിൽ ചുംബിച്ചു. എന്തിനാ ദേവൂട്ടി ഈ നാണം? ഞാൻ കാണാത്തതൊന്നും അല്ലല്ലോ. അവൻ അവളുടെ കാതോരം ചോദിച്ചപ്പോൾ അവളുടെ രോമകൂപങ്ങൾ ഉണർന്നു വരുന്നത് അവൻ കൗതുകത്തോടെ കണ്ടു. പിന്നെ ഒരു കള്ളച്ചിരിയോടെ അല്ലു ദേവുവിൻ്റെ കഴുത്തിൽ അവൻ്റെ പല്ലുകൾ ആഴ്ത്തി. ദേവുവിന് നല്ലതുപോലെ അത് വേദനിച്ചു. അവളുടെ കണ്ണൊക്കെ പെട്ടെന്ന് നിറഞ്ഞു. അത് കണ്ട് അല്ലു ഞെട്ടി. അവൻ തമാശയ്ക്ക് ചെയ്തത് അവൾക്ക് അത്രയും വേദനിക്കുമെന്ന് അവൻ കരുതിയില്ല. സോറി ദേവു, ഞാൻ അറിയാതെ. അല്ലു പെട്ടെന്ന് പതർച്ചയോടെ പറയുന്നത് കേട്ട് ദേവു ചിരിച്ചു. എനിക്ക് എൻ്റെ ചെകുത്താൻ തിരിച്ചു വരും വരെ ഓർക്കാൻ ഈ ഒരു മധുരനൊമ്പരം നല്ലതാണ്. അത്രയും പറഞ്ഞ് അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. അവൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു കിടന്നു കുറച്ചു സമയം.